എനിക്ക് തോന്നുന്നു ആ ഭൂതം എന്റെ ബെഡിനടിയിൽ ഉണ്ടെന്നാ. ലക്ഷ്മൺ, ലക്ഷ്മൺ, എടാ ലക്ഷ്മൺ. എടാ ഗോപു, നമ്മളുടെ പ്രിൻസിപ്പൽ സാർ എല്ലാ സ്റ്റുഡൻസിനും കോമഡി SMS അയച്ചത് നീ കണ്ടോ? ഒരു ചോക്ക് മോഷ്ടിച്ച കള്ളൻ ചാന്ദിനി ചോക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അലർട്ടായിരിക്കാൻ പറഞ്ഞിരിക്കുക. തമാശ. ചോക്ക് കള്ളനോ? ചോക്ക് മോഷ്ടിക്കാനുള്ള സാധനാണോ? വിവരമില്ലാത്ത കള്ളൻ. ശരി വാ, നമുക്ക് ഉറങ്ങാം. സ്കൂളുണ്ടെങ്കിലേ അവിടെ ചോക്കും ഉണ്ടാവും. ചോക്ക് എവിടെയുണ്ടോ അവിടെ ഈ ചാർലിയും ഉണ്ടാകും. ചോക്കിന്റെ സുഗന്ധം. നീ ഒരുപാട് കിടന്ന് പേടിച്ചില്ലടാ ഗോപു. ഇവൻ ഇപ്പൊ നോയിക്കോ, വിരളും സ്കൂള് വിട്ട് ഇവിടുന്ന് ഓടിപ്പോന്ന് നിങ്ങൾ എല്ലാരും കാണാൻ പോകുന്നു. ഗോപാലിന്റെ കാര്യം എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ നിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നാ നീ സ്കൂളിലോട്ട് ഓടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്താ മാധവ, സത്യല്ലേ? മിണ്ടാതിരിക്കട ലക്ഷ്മൺ, വായടക്കേ. ഗോപാൽ, ഞാനാണ് അതിഭീകരമായ ഭൂതം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭൂതം, ഭൂതം, രക്ഷിക്കണേ! ലക്ഷ്മൺ, ലക്ഷ്മൺ. എടാ ഗോപു, എന്നെ വിട്. വിടാനാ പറഞ്ഞത്. എടാ വിടറാ. ഗോപാലിന്റെ കാര്യം പോക്ക. നീ എന്റെ ഉറക്കം കെടുത്താ വന്നിരിക്കല്ലേ? നിക്കടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നോട്ട് പോസിബിൾ ഗോപാൽ, ഞാൻ നിന്റെ പ്ലാനിങ്ങിൽ മൊത്തം വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഈ കുട്ടികളെന്തോ തീർച്ചയായിട്ടും കുലുമാൽ ഒപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവര് വെറുതെ ഇവിടെ പോകില്ല. വെള്ളം തീർന്നു അല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ കുളിപ്പിച്ചെടുക്കാടാ. ഗോപു, വലിച്ചെറിഞ്ഞ അവന്മാരെ കുളിപ്പിക്കേ. എന്താ പറ്റാ? രാത്രി തന്നെ എന്നെ കുളിപ്പിച്ചില്ല. പപ്പിയോ? കിടന്നുറങ്ങേണ്ട സമയത്ത് എന്താണ് വെള്ളം ഒഴിച്ച് കളിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ സാറെടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ്. എടാ പപ്പി, പ്രിൻസിപ്പൽ സാർ ഇപ്പൊ കൂർക്ക വലിച്ച് കിടന്ന് ഉറങ്ങായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ തട്ടി വിളിച്ച് ഉണർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ റൂം ക്ലീൻ ചെയ്തിരിക്കും. അതായത് നോ പ്രൂഫ്. ഇവന്മാര് ഭയങ്കര ഐഡിയലാണ്. ഇവരെ വേറെ രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിട്ട്. എന്ത് പ്ലാനാണ് ഇപ്പൊ ചെയ്യാ? നിങ്ങൾ തെറ്റായിട്ട് വിചാരിച്ചിരിക്കുകയാണ് ഗോപാൽ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ പ്രിൻസിപ്പൽ സാറിനോട് ഇതിനെ കുറിച്ച് ഒന്നും തന്നെ പറയില്ലെന്നാണ് പറഞ്ഞു വന്നത്. നിങ്ങൾ റൂം ക്ലീൻ ചെയ്യല്ലേ? നിങ്ങളുടെ റൂം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കഥയിലൊരു ട്വിസ്റ്റോ? ഇവനെന്താ പെട്ടെന്ന് കാലം അറിയതേ? സോ സ്വീറ്റ് ഓഫ് യു പാപ്പി. ഓക്കേ, നിങ്ങൾക്ക് ഞാനൊരു പുതിയ റൂം തന്നേക്കാം. വാ, നമുക്ക് പുതിയ റൂമിൽ കിടന്നുറങ്ങാം. ഇതാണ് നിങ്ങളുടെ പുതിയ റൂം, അതായത് സ്കൂളിന്റെ സ്റ്റോർ റൂം. ഇവിടെ മൊത്തം പഴയ വേസ്റ്റ് സാധനങ്ങളാണല്ലോ നിറച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ കിടന്നുറങ്ങാനാ? നിങ്ങളും ഒരു തരത്തിൽ വേസ്റ്റ് ആണടാ, മൊത്തത്തിൽ വേസ്റ്റ് ആണ്. ആദ്യം ഈ സ്റ്റോർ റൂം നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്ക. ഞാൻ പോയി പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചോണ്ട് വന്ന് ആ പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ പോവാണ്. പ്രൂഫ് കിട്ടേ. ഇനി എന്റെ പ്ലാൻ ആർക്കും ഫ്ലോപ്പ് ആക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൽ സാറേ, ഞാനിതാ വരുന്നു. അതെ സാർ, കുട്ടികൾ മൊത്തം ഹോസ്റ്റൽ റൂമും വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് വേഗം വരൂ, എന്റെ അടുത്ത് സോളിഡ് പ്രൂഫ് ഉണ്ട്. വരൂ വരൂ വരൂ. ഇങ്ങനെ എന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ? എഴുന്നേക്കണം സാർ, ഒന്ന് എഴുന്നേൽക്ക. ഇനി എന്ത് ചെയ്യാനാ? എന്തൊക്കെ ചെയ്തിട്ടും പ്രിൻസിപ്പൽ സാറിനെ ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കണമല്ലോ. വരൂ എന്റെ പ്രിൻസിപ്പൽ സാറേ, വരൂ. ഈ സ്റ്റോർ റൂമിൽ ആ സ്റ്റാൻഡ് എന്താ ഇങ്ങനെ കിടന്ന് ആടുന്നത്? വെറുതെ പേടിക്കല്ല ഗോപു, ഞാൻ നിന്റെ അടുത്ത് ഉണ്ടല്ലേ. ഈ പിങ്ക് ചോക്ക് സ്ട്രോബെറിയേക്കാൾ സ്വീറ്റ് ആണ്. വാ വാ. ഈ വൈറ്റ് മറ്റുള്ളവയെക്കാളും വളരെ സോഫ്റ്റ് ആണ്.
ലക്ഷ്മൺ ലക്ഷ്മൺ അവിടുന്ന് വ്യത്യസ്തമായ ചില സൗണ്ട്സ് വരുന്നുണ്ടടാ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ, ഈ സ്റ്റോർ റൂമിൽ ഭൂതമുണ്ടടാ. ബേബി അങ്ങ് പേടിച്ചു പോയോ? വാവക്കുട്ടൻ പേടിച്ചു പോയോ? ഗോപു പറഞ്ഞത് ശരിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആ സൗണ്ട് എവിടുന്നാണ് വരുന്നത്? എന്താടാ മാധവ, ബേബി ഇപ്പൊ അങ്ങ് പേടിച്ചു പോയല്ലയോ? ഞാൻ ആരെ കൊണ്ട് പേടിക്കില്ല. ആണോ? എന്നാ ചെന്ന് നോക്കടാ ആ സൗണ്ട് എവിടുന്നാ വരുന്നേന്ന്. അതേ മാധവ, വന്നിരിക്കുന്ന ഒരു വീരൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ ഇവന്മാരെന്നെ അതും പറഞ്ഞ് കളിയാക്കുമല്ലോ. എന്നാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയാലോ? ഇത് നല്ല ഐഡിയല്ലേ? എടാ മാധവ, നീയാണ് ഏറ്റവും വലിയവൻ. ആദ്യം നീ ചെല്ലടാ. ഞാനെപ്പോഴും ചെറിയ കുട്ടികളാണ് അയക്കാറുള്ളത്, അറിയോ നിനക്ക്? ഇല്ല മാധവ, ഞാൻ പോവില്ല. നീ പോ. നന്നായിട്ട് രസിച്ച് ഞാൻ ചോക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വിടുന്ന പ്രശ്നമേ ഇല്ല. എടാ ചാർലി ചോക്ക്, ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ സാധനം അടിച്ചു മാറ്റിയിട്ട് നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ലടാ. ഏതവനായിരുന്നാലും ഞങ്ങൾ വെറുതെ വിടില്ല. പാലടിച്ചു മാറ്റി ഞങ്ങൾ പന്നീറാക്കി കളയും. എന്നിട്ട് അത് വിറ്റ് ഞങ്ങൾ കാശാക്കും. എടാ നീ എന്താ പറയുന്ന മാധവ? മതിയടാ നിന്റെ ഡയലോഗ്. ചാർലിയുടെ ഈ ചോക്ക് പൊട്ടിച്ചതിന് നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അത് ശരി, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കണം. ഓ വേണ്ട, നില്ല്. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രൂഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൂഫ്. എന്റെ പൊന്ന് സാറേ, ഒന്ന് എഴുന്നേൽക്ക. എനിക്ക് തോന്നുന്നത് കുട്ടികൾ ഇപ്പോൾ സ്റ്റോർ റൂമിൽ കിടന്ന് ഗുലുമാലുണ്ടാക്കുകയാണെന്ന്. കൊള്ളാം. ഹോസ്റ്റൽ റൂമിനേക്കാളും സ്ട്രൈറ്റ് ആയിട്ട് പ്രിൻസിപ്പൽ സാറിനെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തേക്കാം ലൈവ് പ്രൂഫ്. ആ സാറേ, ഇതെവിടെയാ? അയ്യോ പപ്പി, സ്റ്റോറൂമോ ചെയറോ ഇതൊക്കെ എങ്ങനെയാ പറ്റിയത്? ഇവിടെ എന്താ സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണുള്ളത്? ഈ ചെയറിൽ എങ്ങനെ വന്നു? കറക്റ്റ് സമയത്താണ് സാർ നിങ്ങൾ ഉണർന്നിരിക്കുന്നത്. സാറേ, നിങ്ങൾ ചോദിച്ച പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കാം. അതും ലൈവ് പ്രൂഫ് ആണ്. ഇപ്പൊ തന്നെ കാണിച്ചു തരാം സാർ. ലൈവ് പ്രൂഫ്. അയ്യോ എന്നെ വിട്. വരണം സാർ, വരണം. ദേ നോക്കൂ, പിള്ളേരുടെ തകർപ്പൻ പരിപാടി നോക്കണം. ലൈവ് പ്രൂഫ്. ചേടാ, അവൻ ചോക്കുകളനാണ്. അതെ സാറേ, അവൻ നമ്മുടെ സ്കൂളിലെ ചോക്ക് അടിച്ചു മാറ്റാൻ വന്നതാ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കാം. പഠിക്കുന്ന കാര്യത്തില് ചോക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ സാറേ? ഞങ്ങളുടെ പഠിത്തത്തിലെ കാര്യത്തിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല സാറേ. യു ആർ റൈറ്റ്. വൗ, കുട്ടികളെ ഞാൻ വളരെ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോടാ പപ്പി. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. കുട്ടികളെ, നിങ്ങൾ ഈ ഭയങ്കര കള്ളനെ തനിച്ച് പിടികൂടിയിരിക്കുകയാണ്. കൊള്ളാം, കലക്കി. അല്ല സാറേ, തനിച്ചല്ല സാറേ, പപ്പിയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അയാൾ ഞങ്ങളെ സ്റ്റോർ റൂമിലിട്ട് ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിലേ ഈ കള്ളൻ നൈസായിട്ട് എസ്കേപ്പ് ആയനെ. ഓ പപ്പി, കൊള്ളാം, നല്ല കാര്യം. വെൽ ഡൺ പപ്പി.
എടാ ചോക്കുകള ഇനി ജയിലിൽ കുത്തിയിരുന്നിട്ട് ചോക്ക് കൊണ്ട് വരച്ച് കളിച്ചോ. ചേടാ പപ്പി, നീ എന്തോ ഒരു കാര്യം എന്നോട് പറയാൻ വന്നതല്ലേ? കുട്ടികളെ കുറിച്ച് എന്തോ? അത് പിന്നെ കുട്ടിക്കുറമ്പൊന്നും അല്ല സാർ. കുട്ടികളുടെ സാഹസത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് സാർ. കള്ളനെ പിടിച്ച് കെട്ടി വച്ചിരിക്കുന്നത് കണ്ടില്ലേ സാറേ? ഇത് കണ്ടില്ലേ? കൊള്ളാം. വാ കലക്കി. ഒരു കല്ലിൽ നമുക്ക് 2 മാങ്ങയാ കിട്ടിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ സാർ, പപ്പി രണ്ടുപേരെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ലക്ഷ്മൺ, അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യ്. കാരണം കള്ളനെ കാണാൻ പോയത് ഞാനാണ്, ഗോപു അല്ല. ഞാനാണ് അവൻ ആദ്യം അടിച്ചത്. പക്ഷേ കള്ളനെ കണ്ടെത്തിയത് ഞങ്ങളല്ലേ? പക്ഷേ ഐഡിയ ഞങ്ങളുടെ അല്ലേ? അല്ല, ഞങ്ങളാ കണ്ടത്. അല്ല, ഞങ്ങളെ പിടിച്ചത്. ഞാൻ പറയല്ലേ, ഞങ്ങളാ കണ്ടത്.